ഹലോ കൂട്ടുകാരെ, എൻ്റെ വീടിൻ്റെ പരിസരമാണിത്. ഞങ്ങളുടെ വീട്ടിൽ നിറയെ ചെണ്ടുമല്ലിപ്പൂവുണ്ട് കേട്ടോ. നല്ല പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാന്താരി മുളക് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കാന്താരി മുളക് എല്ലാവരുടെ വീട്ടിലുണ്ടാവും, എന്നാലും ഉണ്ടോ ചെണ്ടുമല്ലി കണ്ടോ എല്ലാവരും. പിന്നെ ഇതാണ് കാന്താരി. എൻ്റെ മോള് വന്നിട്ടുണ്ട്, അപ്പോൾ അവൾക്ക് കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാന്താരി പറിക്കുകയാണ്. നല്ല പഴുത്തിക്കണം, എല്ലാം കിളികൾ കൊത്തിപ്പോയതുകൊണ്ടേ ഒന്നും കിട്ടൂല. അപ്പോൾ കിട്ടുന്നത് അപ്പം പറിച്ച് വെച്ചിട്ട് ഞങ്ങൾ സുർക്കയിലിട്ട് വെക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാമല്ലോ സുർക്കവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ. കാന്താരിയൊക്കെ എല്ലാം കിളികൾ പറിച്ചു കൊണ്ടുപോയി, ഒന്നുമില്ല. കിട്ടുന്ന അതാത് സമയത്ത് പറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാകും. ഇപ്പോൾ എവിടെയും കിട്ടാനില്ല കാന്താരി. ഇനി ഇതാണ് മുറുകൂട്ടിൻ്റെ ഇല. ഒത്തിരി മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലയാണിത്. എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ വെള്ളയുണ്ട് കേട്ടോ. വെള്ള അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ ഇതാണ് അധികം മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വലിയ മുറിവുണ്ടായാൽ പോലും നമുക്കതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും, അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടെങ്കിൽ. ഹലോ, ഇതാണ് ഇംഗ്ലീഷ് ചീര, വേലിച്ചീര എന്നും പറയും. ഇത് ഞങ്ങളുടെ വേലിയുടെ എല്ലാ വശത്തും ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ ഞങ്ങളതൊക്കെ പറിച്ച് ഉപ്പേരി വയ്ക്കാറുണ്ട്. നല്ല വിറ്റാമിൻസുള്ള സാധനമാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ശതാവരി ഏട്ടൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് നല്ല ഒരു പച്ചമരുന്നാണ്, പിന്നെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതങ്ങനെയൊന്നും കാണാൻ കിട്ടില്ല. ഇപ്പോൾ ആദിവാസികളിലൊക്കെ ഇത് കാടുകളിൽ നിന്ന് പറിച്ചിട്ട് കടകളിൽ കൊണ്ട് വിൽക്കാറുണ്ട്, ഇതിൻ്റെ വേര് പറിച്ചിട്ട്. ഇതെങ്ങനെയോ ഇവിടെ നട്ടുപിടിച്ചത്. ഇതാണ് മുറികൂട്ടിൻ്റെ ഇല, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇഷ്ടംപോലെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് മുറികൂട്ടിയില, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളൊരു ചെറിയൊരു തലപ്പ് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ മുറികൂട്ടീൻ്റെ ഇലയാണ് ഔഷധ ഗുണമുള്ളത്. ഇനി ഞങ്ങളുടെ വീട്ടിലുള്ള ഫസ്റ്റത്തെ കുരുമുളകാണ്. നട്ടിട്ട് കുറേ കാലമായി. ഈ വർഷമാണ് അതിൽ കായ് വന്നിട്ടുള്ളത്. കണ്ടോ കുരുമുളക്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമല്ലോ. ഈ മത്തിക്കറിയില്ലേ, കുഞ്ഞമത്തിയൊക്കെ വെക്കുമ്പോൾ കുരുമുളക് അരച്ചിട്ട് വെക്കുന്നത് എന്ത് നല്ല ടേസ്റ്റായിരിക്കും. ഓഹ്, പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നു. അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ ചെറുനാരങ്ങാ മരം.